ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടീ കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാൻ എടുത്താൽ മതി. നോൺ സ്റ്റിക്ക് ആയാലും കുഴപ്പമില്ല. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാനാണ്. ഇതിലേക്ക് നമ്മൾ സാധാരണ കുക്കറിൽ ചെയ്യുന്ന പോലെ താഴെ കുറച്ച് മണൽ അല്ലെങ്കിൽ ഉപ്പിട്ടിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുവാണ്. ഇനി ഇതിൻ്റെ മേളിലേക്ക് ഒരു സ്റ്റീൽ റിങ് വെക്കാം. ഇതിന് പകരം ഒരു സ്റ്റീൽ പ്ലേറ്റ് ആയാലും മതി. ഇനി ഇതൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ചൂടാക്കി എടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പം ഞാനിത് അടച്ചു വെക്കുവാണ്. ആദ്യം നമുക്ക് കേക്ക് പാൻ ഒന്ന് റെഡിയാക്കി വെക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് 6 ഇഞ്ചിൻ്റെയോ 7 ഇഞ്ചിൻ്റെയോ കേക്ക് പാനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേ റെസിപ്പി തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും നേരെ പകുതിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. കുറച്ച് ബട്ടറും മൈദയും വെച്ചിട്ടാണ് ഞാനിത് ഗ്രീസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ താഴെ ഒരു ബട്ടർ പേപ്പറും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. മൈദയും നമ്മൾ ബട്ടർ ചെയ്ത പോലെ തന്നെ താഴെയും സൈഡിലും ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള മൈദ തട്ടിക്കളയണം. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ വെക്കാൻ പോവാണ്. ആ 8 ഇഞ്ചിൻ്റെ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുത്ത ബട്ടർ പേപ്പറാണ്, അത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിനി കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കാം. കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് അയമോദകം കൂടി ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിനകത്തുനിന്നൊരു 2 പിഞ്ച് അയമോദകമാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 2 പിഞ്ച് അയമോദകം കൂടി ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാര ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് അയമോദകമൊക്കെ പൊടിയാതെ അതുപോലെ തന്നെ കിടന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് കുറച്ച് വലിയൊരു ബൗൾ എടുക്കുക. അതിൻ്റെ മുകളിലൊരു അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1/4 കപ്പ് മൈദ ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടി അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഞാൻ ഈ കേക്കിൽ നെയ്യും ബട്ടറും ചേർക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുമ്പോൾ നമുക്ക് നാട്ടിൽ ബേക്കറികളിലൊക്കെ കിട്ടുന്ന കേക്കിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും, ഒരു നാടൻ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ക്രീമാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർക്കാം. ബട്ടറും നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീം പോലെ ആക്കി എടുക്കണം. ഞാൻ ഈ ഒരു വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബീറ്ററൊന്നും ആവശ്യമില്ല. നെയ്യും ബട്ടറും നല്ല സോഫ്റ്റ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ക്രീം ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീം ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മുട്ട ചേർക്കാം. 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തുനിന്ന് ഓരോന്നായിട്ട് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഒരു മുട്ട ചേർക്കാം. ഇനി ഒരു 30 സെക്കൻഡ് തുടർച്ചയായിട്ട് ഇതിങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു മഞ്ഞ കളർ മാറി ഒരു ക്രീം കളർ ആവണം, അതുവരെ ബീറ്റ് ചെയ്യണം. ഇനി അടുത്ത മുട്ട ചേർക്കാം. വീണ്ടും ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം മുട്ട ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ലൊരു ക്രീമായിട്ട് വരണം. നമ്മളിങ്ങനെ വിസ്ക് വെച്ച് ഇങ്ങനെ മാവ് എടുത്തു കഴിഞ്ഞാൽ ഒരു റിബൺ പോലെ ആവണം. കണ്ടോ, ഇതുപോലെ വീഴണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ക്ലിയർ വാനില എസൻസ് ആണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വെള്ള കളറിലിരിക്കുന്നത്. ടേസ്റ്റ് ഒന്നും വ്യത്യാസമില്ല. സാധാരണ വാനില എസൻസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർക്കാം. 2 പ്രാവശ്യമായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിതിൻ്റെ പകുതി മൈദ ഇതിനകത്തോട്ട് ചേർക്കുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്യുക. ആദ്യം ഒരു സർക്കിളായിട്ട് എടുക്കുക, പിന്നെ നടുക്കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടും. എന്നാൽ
ഓവർ മിക്സ് ആവത്തില്ല. ഓക്കെ, ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏത് കേക്കിനായാലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം. ഇതിനകത്തുനിന്ന് പകുതി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാണിച്ച അതേ രീതിയിൽ തന്നെ മിക്സ് ചെയ്യാം. ഇനി ബാക്കിയുള്ള മൈദ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ആണ്. ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് പാനിലോട്ട് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പാനിൽ ഞാൻ ബാറ്റർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഇനി ഈ കേക്ക് നിങ്ങൾ ഓവനിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മുതൽ 25 മിനിറ്റ് വരെ വെച്ചാൽ മതി. കറക്റ്റായിട്ട് ബേക്ക് ആയി കിട്ടും. ഞാനിതിപ്പോൾ നേരത്തെ റെഡിയാക്കി ഇട്ട പാനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഈ പാൻ നല്ല ചൂടായി കിടക്കാണ്. അതിനകത്തേക്ക് നമുക്ക് കേക്കിന്റെ പാൻ വെച്ച് കൊടുക്കാം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം തീ കുറച്ച് മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിൽ വെച്ച് ഏകദേശം 20 മുതൽ 25 മിനിറ്റ് കഴിയുമ്പോൾ കേക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം. ഒരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഒരു കത്തി ഇൻസേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് വരണം. അപ്പം ഞാനിത് അടച്ചു വെച്ചു. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് തുറന്നു നോക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇടയ്ക്ക് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. കേക്ക് കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഓവനിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ മുകളിലും നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറം തന്നെ വരും. പാനിൽ ചെയ്യുമ്പോൾ ഈ ഒരു വെള്ള നിറത്തിലേ ഇരിക്കുള്ളൂ. ഇതിനകത്ത് നമ്മളൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ച് ഇങ്ങനെ കുത്തി നോക്കിക്കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് വരണം. ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. കേക്ക് ഞാൻ പാനിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ചൂട് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കേക്കിന്റെ ചൂട് മാറിയിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ആദ്യം സൈഡ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം പതുക്കെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കേക്ക് ഇളകി വരും. ബട്ടർ പേപ്പർ വെച്ചിരിക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ ഇളകി വരും. കണ്ടോ, നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. സൈഡിലും അതെ, നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്യുന്ന കേക്ക് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുള്ള കേക്കാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയുമാണ്. ചായയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. പിന്നെ ഒരു കാര്യം, കേക്ക് എപ്പോഴും നല്ലതായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചേർത്ത മുട്ടയുടെയൊക്കെ ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.